നിങ്ങൾക്കെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? പറഞ്ഞൂടായിരുന്നു? ഞാനിവിടെ നാട്ടുകാരെയും പോലീസിനെയും പേടിച്ച് കള്ളപ്പണിയാന്ന് അറിഞ്ഞിട്ടും അതിഥികളായിട്ട് വന്നിരിക്കുന്നു. മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാൻ ദ്രോഹികൾ. എല്ലാ കാര്യവും വല്യേട്ടൻ അറിയാവുന്നല്ലേ? മിണ്ടി പോകരുത് മോനെ. അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞാണല്ലോ എന്നെ അന്വേഷിക്കരുതെന്ന്. ഞാൻ നിങ്ങളുടെ ആരുമല്ല, ഇറങ്ങിപ്പോണം. ഒരു മാസത്തിനകം ദാമുവേട്ടൻ ഓഫീസിൽ നടത്തിയ തിരിമറി പിടിക്കപ്പെടും. മാലതി ഇടത്തി പറഞ്ഞെന്താണെന്നറിയോ? ദാമുവേട്ടൻ ആരുടെയും മുമ്പിൽ ഇന്നുവരെ തല കുനിച്ചിട്ടില്ല. പിടിക്കപ്പെടുന്നതിന് മുമ്പ് രൂപ ഏർപ്പാടാക്കിയില്ലെങ്കിൽ കൂട്ടമരണമേ നിവർത്തിയുള്ളൂ. ദാമുവേട്ടനും മാലതിയേട്ടത്തെയും 3 മക്കളും. അന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ ഞാൻ. അപ്പൊ ഞങ്ങളൊന്നും നിന്റെ ആരുമല്ലേ രാജാ? അതൊന്നും ഇപ്പൊ എന്റെ തലയിലില്ല. അമ്മ മരിച്ചതിൽ പിന്നെ മാലതിയേട്ടത്തെയായിരുന്നു എന്റെ അമ്മ. അച്ഛൻ അന്നും കള്ളം കുടിച്ച് നടക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ നിങ്ങളെ കെട്ടുകയും ചെയ്തു. ഭാര്യയുടെ അനിയനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ദാമുവേട്ടൻ ഇല്ല. ഒടുവിൽ ഞാൻ കേസിൽപ്പെട്ട് ജയിലിലായപ്പം എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ദാമുവേട്ടൻ പണം തിരിമറി നടത്തിയത്. ദാമു നിന്റെ ചേച്ചിയെ കെട്ടുന്നതിന് മുൻപ് നിന്നെ ആരാ പൂച്ചിയത്? ആ കണക്കൊന്നും ഇപ്പൊ പറയണ്ട. ഞാൻ ലോക്കപ്പിലായിരുന്നപ്പം എന്റെ മകൻ കാരണം എന്റെ മാനം പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുന്ന കള്ളിന്റെ അളവ് കൂട്ടിയല്ലാതെ അച്ഛൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്നെ വന്നൊന്ന് കാണാൻ പോലും കൂട്ടാക്കിയോ? ദണ്ണമുണ്ടച്ചാ, അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നല്ല ദണ്ണമുണ്ട്. ആ പോട്ടെ, നമുക്ക് കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് രാജാ. ഇപ്പോഴത്തെ കാര്യം സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കണ്ട. എല്ലാവരും എത്രയും വേഗം ഇവിടുന്ന് കാലിയാക്കണം, അത്രേ വേണ്ടൂ. അലക്ക് കമ്പനി തുണി എടുത്തോണ്ട് വന്നിരിക്കുക. എന്തൊക്കെ ആയാലും ഞാൻ നിന്റെ അച്ഛനല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നിന്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ എനിക്കല്ല മറ്റാർക്കണ മോശം. എന്റെ എന്ത് കാര്യം? അങ്ങനെ ചോദിക്ക്. ഞങ്ങളെല്ലാം സംസാരിച്ചു. നിന്റെ തമ്പി സാറിന്റെ മോളുടെയും കല്യാണം ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചു. നിങ്ങൾക്കൊന്നും നാണവും മാനവും അല്പം പോലും ഇല്ലേ? ലണ്ടനിൽ നിന്ന് FRCS പാസ്സായ ഒരു പെൺകുട്ടിയെ വ്യാജ ഡോക്ടറായ ഞാൻ കല്യാണം കഴിക്കാനോ? എന്താ നിങ്ങളുടെയൊക്കെ ധാരണ? അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു തുക കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഇവിടെ സ്ഥലം വിടും, അറിയൂ? ഞാൻ എന്തൊക്കെയോ കണക്ക് കൂട്ടി. അങ്ങേര് തരുന്ന സ്ത്രീധന തുക കൊണ്ട് എന്റെ കൊച്ചുങ്ങൾക്കും ഒരു മേൽഗതി ഉണ്ടാവുമല്ലോ എന്ന് ആശിച്ചു. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ശരിയാ രാജാ. ലതേ സുമേ നിന്റെ ആരുമല്ലല്ലോ. അവരെ പ്രസവിച്ച ഞാനായി പോയില്ലേ? അതൊന്നും പറയണ്ട. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. നീ ചിന്തിച്ചു. ചിന്തിച്ചെങ്കിൽ ചിന്തിച്ച്. ഇപ്പൊ എന്താ വേണ്ടത്? ഏതായാലും നീ ഈ കള്ളവേഷം കെട്ടി എങ്കിൽ പിന്നെ അത് മുഴുവനായിട്ട് അങ്ങോട്ട് ആടിക്കൂടെ നിനക്ക്? ഈ സ്ത്രീധന തുക കിട്ടിയ മാലതിയുടെ പ്രശ്നവും നിന്റെ ഈ അനിയത്തിമാരുടെ പ്രശ്നം എല്ലാം അങ്ങോട്ട് പരിഹരിച്ചൂടെ രാജാ? സ്ത്രീധന തുക വാങ്ങിച്ച് ആരാ കെട്ടുന്നത്? അച്ഛനാണോ? അവർക്ക് എന്നല്ലല്ലോ ആവശ്യം. ഇഷ്ടം പോലെ പണമുള്ള പാർട്ടീസ് അല്ലേ. എടോ കെട്ടുന്നില്ലെങ്കിൽ കെട്ടണ്ട. കെട്ടാന്ന് പറഞ്ഞാൽ കാശ് ഇങ്ങോട്ട് കൈക്കിലാക്കിയ അതിപ്പോ നീ ചെയ്യുന്നതിനേക്കാൾ വലിയ രക്ഷമല്ലല്ലോ. സത്യമായിട്ട് അച്ഛൻ എന്റെ അച്ഛൻ തന്നെ. അങ്ങനെ വല്ല മോഹവും മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ നുള്ളി കളഞ്ഞേക്ക്. ഏതായാലും ഞങ്ങൾ നാളെ നാട്ടിലേക്ക് പോവാ. അവിടെ ചെന്നിട്ട് പെമ്പിള്ളേരുടെ കല്യാണ കാര്യം നിശ്ചയിക്കും. നീ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ. മടുത്തു വല്യേട്ടാ. കാര്യം നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ. പക്ഷേ ഏത് രീതിയിലും പണം കിട്ടണമെന്നുള്ള ചിന്തയെ അവർക്കുള്ളൂ. എന്തായാലും വല്യേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യണ്ട. എന്തും അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വേണ്ട, എല്ലാവരും എന്റെ നെഞ്ചിൽ ചവിട്ടി രക്ഷപ്പെട്ടുകൊള്ളു. ഇനി FRCSകാരുടെ ഭർത്താവുക. ഭഗവാനെ, ഇതെവിടെ ചെന്ന് അവസാനിക്കും? രാഘവ, മാധവി, എല്ലാരും പെട്ടെന്ന് വാ. ഹായ് നന്ദിനി. ഹലോ ദേവേട്ടൻ. ഇതെന്താ ഇങ്ങനൊരു വേഷം? അത് ഒരു രസം. ആശുപത്രിയിലെ ഭയങ്കരമായ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടൻ ഞാൻ എപ്പോഴും പാൻസിന്റെ മേലെ ഇങ്ങനെ ഒരു കൈലി എടുത്ത് കൊടുക്കും. മാറ്റാം. അമ്മ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാനും എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? പറയാൻ വേണ്ടി ഞാൻ തന്നെ മുറി വന്നായിരുന്നു. അപ്പൊ നീ കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിന് മുമ്പ് പറയായിരുന്നില്ലേ? അല്ല, അപ്പൊ ഞാൻ കുളിക്കുകയായിരുന്നു. അല്ല, എന്റെ കുളി കഴിഞ്ഞപ്പോഴല്ലേ അമ്മാവൻ കുളിച്ചത്.
അല്ല നിന്റെ കുളിക്ക് ശേഷം കുളിച്ചത് നിന്റെ അമ്മായിയായിരുന്നു. അല്ലല്ലല്ല, ഞങ്ങളുടെ കുളിക്ക് മുൻപായിട്ടല്ല അമ്മാവൻ കുളിച്ചത്. എന്റെ കുളിയും അമ്മാവന്റെ കുളിയും നടക്കുന്നതിന് മുൻപായിട്ട് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും കുളിച്ചോ എന്നുള്ളതാണ്. എന്തോന്നാ ദേവേട്ട ഇത്? കുളി കോമ്പറ്റീഷനോ? ഈ ദേവേട്ടന് ഒരു മാറ്റമില്ലല്ലേ, പഴയതുപോലെ തന്നെ. ആ, നിങ്ങളുടെ കുളി ഡിസ്കഷൻ നടക്കട്ടെ, അതിനിടയ്ക്ക് എനിക്ക് ഏതായാലും ഒന്ന് കുളിക്കണം. അല്ല മഹാദേവ, പിന്നെ ഈ കാറും ഷെഡിലിട്ടേരെ. യെസ്, ഡോക്ടർ രാജഗോപാൽ ഹിയർ. ആ, തമ്പി സാർ. എന്താ സാർ? പിന്നെ എന്റെ മോളുണ്ടല്ലോ നന്ദിനി FRCS, അവള് ലണ്ടനിൽ നിന്ന് വന്നു. ഇന്ന് അത്താഴം നമുക്ക് ഒരുമിച്ചാവാം. കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാവാം. അല്ല, അതിപ്പോ ഇവിടുത്തെ തിരക്ക് സാറിന് അറിയാമല്ലോ. ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല. രോഗികൾക്ക് പരമാവധി സേവനം കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ഡോക്ടറെ കടമ. വേണ്ട വേണ്ട വേണ്ട, ഒഴിവുകഴി ഒന്നും പറയണ്ട. രാത്രി അരമണിക്കൂർ മാറി നിന്ന് വെച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല. അതിനിടെ വല്ല രോഗികളും ചാകുകയാണെങ്കിൽ അങ്ങോട്ട് ചാകട്ടെ. കൊല്ല പിന്നെ ഡോക്ടർ വരണം. ആ ശരി, വെക്കട്ടെ. ആ സാവിത്രി, ഗംഭീരമായ അത്താഴം ഇന്ന് റെഡിയാക്കിക്കോ. രാത്രി ഡോക്ടർ വരും. കല്യാണക്കാരി ഇന്ന് തന്നെ നമുക്ക് തീരുമാനിക്കണം. മൂശാട്ടെ അവിടെ ആര്? ആ മഹാദേവൻ. ഡോക്ടർ വരുമ്പം അവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം. ശല്യം. മഹാദേവാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മാവൻ പൊയ്ക്കോ അമ്മാവൻ പൊയ്ക്കോ. നന്ദിനി ഇപ്പൊ വരും, എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. പോകൂ. പിന്നെ കുളി കഴിഞ്ഞ് ഗാർഡനിൽ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആണോ? അതെ. അപ്പൊ ഞാൻ വന്ന് എത്ര നന്നായി. എന്താ അമ്മാവ? ഇപ്പൊ നീ സംസാരിച്ചാൽ ആകെ കുളവാകും മഹാദേവ. ഇന്നലെ നിന്നെ പുകഴ്ത്തി ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി, ഫലം ഉണ്ടായില്ല. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടു. എന്തിന്? പട്ടണത്തിൽ പോയി ഒരു സിനിമ കണ്ടേച്ചു വാ. ഒരു പുതിയ ഹിന്ദി സിനിമ കളിക്കുന്നുണ്ടല്ലോ, ദീവാലി ചാവാലി ദിൽബലിഹും. ദുൽഹനിയ ലേ ജായേംഗെ, അതാണ്? അത് തന്നെ. അതിന്റെ കഥ അറിയോ നിനക്ക്? അറിയില്ല. ഇതാ അതിന്റെ കുഴപ്പം. അതിന്റെ കഥ ഞാൻ പത്രത്തിൽ വായിച്ചതാ. ഓഹോ. നന്ദിനെ പോലെ ലണ്ടനിൽ പഠിച്ച നായിക, അവളെ വശത്താക്കാൻ 18 അടവും പ്രയോഗിക്കുന്ന നായകൻ. അതിൽ 18 പഠിക്കണമെന്നൊന്നുമില്ല. ഒരു 4-5 അടവെങ്കിലും പഠിക്കാതെ ഇനി നീ അതിനോട് സംസാരിക്കണ്ട. അത് അപകടമാ. അച്ഛനിൽ സിനിമ കണ്ടേച്ചു. അത് എങ്കിൽ ഞാൻ നന്ദിനിയെ കൂടി വിളിക്കാം. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ കണ്ടിട്ട് ഒരുപാട് നാളായ അമ്മാവ. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവൾ ആ സിനിമ കണ്ടാൽ നീ പ്രയോഗിക്കുന്ന അടവെല്ലാം സിനിമയെന്ന് കണ്ടുപഠിച്ചാണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ? ഓ, കറക്റ്റ്. വിട്ടോ, സ്ഥലം വിട്ടോ. രൂപ എന്റെ പിന്നെ ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് അമ്മാവരിന്ന് നന്ദിനിക്ക് കൊടുക്കണം. ഇത് നന്ദിനിക്ക് ഞാൻ കൊടുക്കണം. കൊടുക്കാം. ഓ, എന്റെ ദൈവമേ, ഇത് ആരായി വന്നിരിക്കുന്നേ? സാവിത്രി, നന്ദിനി, ഡോക്ടർ വന്നു. ഞാൻ കേറുന്നില്ല, നിർബന്ധിച്ചതുകൊണ്ട് വന്നു എന്ന് മാത്രം. ഒരു ആസ്മ പേഷ്യന്റ് അവിടെ ശ്വാസം മുട്ടി കിടക്കുകയാണ്. ഓ, ആസ്മാരോഗി പിന്നെയും വന്നോ? അവന്റെ ബന്ധു കൂടെയുണ്ടോ? നല്ല തടിമുടുക്കുള്ള ഒരു മാന്യൻ. ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ? ഏയ് ഒന്നുമില്ല. ഇവിടം വരെ വന്നിട്ട് കേറാതെ പോകാനോ? നന്ദിനി എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. വന്നാട്ടെ. ഓക്കെ, പക്ഷെ സംസാരിക്കാനൊന്നും സമയമില്ല. ഓ പിന്നെ വാ ഡോക്ടർ. ഓ, ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണോ ഒന്ന് വരാൻ തോന്നിയത്? ആ മോളെ, ഇത് ആരാണോ നോക്കിയേ? ഞാൻ പറഞ്ഞപ്പോ ഡോക്ടർ കാഴ്ചക്ക് ഇത്രയും സുന്ദരനാണെന്ന് നീ ധരിച്ചിട്ടുണ്ടാവില്ലല്ലേ? ഹലോ. ഇരിക്കും ഡോക്ടറെ. മോളെ, അമ്മ എവിടെ? സാവിത്രിയെ ഒന്ന് വന്നിട്ട് പോയേ. ആ, എന്താ മോളെ നീ ഡോക്ടറോട് സംസാരിക്കാത്തത്? അല്ല, ആസ്മാരോഗി. ഓ പിന്നെ ഒരു ആസ്മാരോഗി. ഏത് ആസ്മാരോഗി? അത് ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ഒരു ആസ്മാരോഗിക്ക് ശ്വാസം മുട്ടലായിരുന്നു. ഓഹോ, എന്നിട്ട് എന്ത് മരുന്ന് കൊടുത്തു? അത് മരുന്നൊന്നും കൊടുത്തില്ല. കൊടുത്തില്ലേ? ഇല്ല. ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണെങ്കിൽ മരുന്ന് കൊടുക്കാതെ എങ്ങനെയാ? അത് മിക്ക രോഗങ്ങൾക്കും ഞാൻ മരുന്ന് കൊടുക്കാറില്ല. അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ മരുന്ന് കൊടുക്കാതെ പല മരുന്നുകളുടെ പേര് പോലും ഞാൻ മറന്നുപോയി. പിന്നെ വിളിക്കാതെ. നമ്മുടെ സുന്ദരനായ ഡോക്ടറെ നീ കണ്ടിട്ടില്ലല്ലോ? കണ്ടു, കണ്ണ് നിറയെ കണ്ടു. അച്ഛൻ എന്തിനാ ഇദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് സുന്ദരനായ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഡോക്ടർ സുന്ദരനായതുകൊണ്ട്. പൊടി. പിന്നെ സാവിത്രി, കൂട്ടൊക്കെ പെട്ടെന്ന് എടുത്തു വെച്ചോ. നിങ്ങൾ ഡോക്ടർമാരായി, ഡോക്ടർമാരെ പാടായി.
അവർ സംസാരിക്കട്ടെ, നമ്മൾ ഇവിടെ നിൽക്കണ്ട. അല്ല ആസ്മ പേഷ്യന്റ്. ആത്മാ പേഷ്യന്റ് പടിയായി. ഡോക്ടർ അവിടെ ഇരുന്നേ. സംസാരിച്ചു. മരുന്ന് കൊടുക്കാതെ രോഗം മാറ്റുന്നത് എങ്ങനെ ഡോക്ടർ? സാധിക്കും. ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. എനിക്കും മനസ്സിലായി വരുന്നതേ ഉള്ളൂ. മിക്ക രോഗങ്ങളെയും ഞാൻ സമീപിക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടാണ്. പേഷ്യൻസിന്റെ സൈക്കോളജി, അതിന്റെ കൂടി വല്ലപ്പോഴും ഇത്തിരി അലോപ്പതി, അലോപ്പതി സൈക്കോളജി, സൈക്കോളജി അലോപ്പതി. അതാണ് എന്റെ രീതി. അച്ഛൻ എവിടെ? ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത്? ഈ രക്തവാദം കൊണ്ടുണ്ടാവുന്ന ഒരു തരം വ്രണമില്ലേ, ഉവ്വ്. അനാസിൻ ഗുളിക കൊടുത്ത് ഞാൻ ഭേദപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെത്തൽ. എല്ലാം ഇവിടെ ഉണ്ട്, നമ്മൾ കണ്ടെത്തണം. ആഫ്രിക്കയിലെ ബറൂണ്ടി മലയിടുക്കുകളിൽ കൊങ്കോമ എന്ന ആദിവാസികൾക്ക് അറിയാവുന്ന ഒരു പച്ചലയുണ്ട്. ആ ഇല ക്യാൻസറിനെ പരിപൂർണമായി ഭേദപ്പെടുത്തും. No, it's impossible. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. വെനിസുലയിലെ ഗ്രാമീണർ നമ്മുടെ ഈ കറിക്കത്തി ഉപയോഗിച്ച് ഹൃദയ ശസ്ത്രക്രിയ നടത്തും. I can't believe all these things. യു ഹാവ് ടു. മിസ് നന്ദിനി പഠിച്ചത് തിയറി, ഞാൻ പറയുന്ന റിയാലിറ്റി ഇൻ പ്രാക്ടീസ്. ഡോക്ടർ എന്നെ ഒരു ഫൂളാക്കാനുള്ള ശ്രമമാണോ? അതുകൊണ്ട് എനിക്കുള്ള നേട്ടം മിസ് നന്ദിനി ഒന്ന് മനസ്സിലാക്കണം. FRCS വലിയ പഠിത്തമായിരിക്കും, പക്ഷേ 3 ലോക രാഷ്ട്രങ്ങളിലുള്ള അത്രയും വിവിധതരം രോഗങ്ങൾ ലണ്ടനിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്രയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കില്ല. അറിഞ്ഞുകൂടാത്തതിനെല്ലാം ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് വിവരക്കേടാണ്. മനസ്സിലായോ? I'm sorry, doctor. ഇറ്റ് ഇസ് ഓൾ റൈറ്റ്. എന്തോ രോഗം, മരുന്ന് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇമോഷണലായി പോകും. ഐ എം ഓൾസോ സോറി. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. എനിക്കറിയാത്തതൊക്കെ ഇല്ലാത്താണെന്ന് ഞാൻ ധരിക്കുന്നത് തെറ്റാണ്. എനിഹൗ യു ആർ എ വെൽ ഇൻഫോംഡ് ജീനിയസ്. താങ്ക് യു. ഞാനങ്ങോട്ട് വരുവാന്നേ. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങളോട് രണ്ടുപേരോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതെന്ത് കാര്യം അച്ഛാ? അത് പറയുമ്പോ കേട്ടോ. പറയട്ടെ? എനിക്ക് പറയൂ. പറഞ്ഞോട്ടെ. അതിനെന്താ? എന്റെ ഒരേ ഒരു ആഗ്രഹമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഓ, പോകുന്ന വഴിക്ക് ഒരു പൂച്ച കുറുകെ ചാടി. അപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും പ്രശ്നമാകുന്നു. ഡോക്ടറിന്റെ ആശുപത്രി പോകാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. ഞാനിവിടെ നിൽക്കില്ലേ, നിന്ന് കറങ്ങല്ലോ. കാഷ്വാലിറ്റിയിൽ ആരെങ്കിലും വന്നാൽ ഡോക്ടർ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് അറിയാലോ. ഡോക്ടർ അതോട്ട് വന്നല്ലേ മഹാദേവ? അവസാനമായിട്ടല്ലല്ലോ. അമ്മാവൻ അറിയില്ലേ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്? ഓക്കെ ഓക്കെ മിസ് നന്ദിനി, ഞാൻ പോകുന്നു. നൈസ് മീറ്റിംഗ് യു ഡോക്ടർ. It's my ഓക്കെ pleasure. ഓക്കെ ഓക്കെ, ഭക്ഷണം വിളമ്പി ഞാൻ വെച്ചായിരുന്നു. കഴിച്ചോളാം. ഞാനിപ്പോ ഏതായാലും വന്നത് നന്നായി. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് നന്ദിനിക്ക് ബോധ്യപ്പെടാൻ ഒരു അവസരം കിട്ടിയല്ലോ. എടാ, ഫസ്റ്റ് ഷോ ഹൗസ്ഫുൾ ആയെന്ന് വെച്ച് നിനക്ക് സെക്കൻഡ് ഷോ ശ്രമിച്ചുകൂടായിരുന്നോ? ഇതാണ് നിന്റെ കുഴപ്പം. തിയേറ്ററിൽ ചെന്നപ്പോൾ നോട്ടീസും പാട്ടുപുസ്തകവും കിട്ടി, കഥാസാരം പിടികിട്ടി, നന്ദിനിയെ വശത്താക്കാനുള്ള ചില അടവുകൾ പഠിച്ചു. എനിക്ക് നല്ല വിശപ്പ്, അകത്തേന്ന് വല്ലതും കഴിക്കട്ടെ. സാവിത്രി, ആ മേശപ്പുറത്തിരിക്കുന്ന ആഹാരം എടുത്ത് ഫ്രിഡ്ജ് വെച്ചോ. മഹാദേവൻ വരുന്നുണ്ട്, കുറച്ച് കഞ്ഞി വിളമ്പിക്കോ.